ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഹാഫ് kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനും അതുപോലെ സ്പോഞ്ച് കേക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോഫീൻ്റെ ഒരു മിക്സ് തയ്യാറാക്കണം. ഇത് ബാറ്ററിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ടീസ്പൂൺ കോഫി പൗഡറും പിന്നെ 1/2 ടേബിൾ സ്പൂണ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുക. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബൗൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. പിന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ യൂസ് ചെയ്യുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുക. അത് നന്നായിട്ട് തന്നെ ബീറ്റായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് വരണം. അതുവരേക്കും ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയി വരണം. അപ്പോൾ അതുവരേക്കും ബീറ്റ് ചെയ്യുക. നല്ല വൈറ്റ് കളറായി വരുന്നവരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ബീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്താൽ മതി. അതൊന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫിയുടെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. 1 എന്നുള്ള സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. ഇനി അത് നന്നായിട്ട് തന്നെ മിക്സ് ആയാൽ അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. പാലെടുക്കുമ്പോൾ ഒട്ടും തണുപ്പുണ്ടാവാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ യൂസ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ബീറ്റർ ഓഫാക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചട്ടകം ഉപയോഗിച്ചിട്ടോ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്യുക. എപ്പോഴും ബാച്ചസ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. എല്ലാതും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാതും ഫോൾഡ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഓവറായിട്ട് ലൂസും അല്ല, എന്നാലേറ്റ് ഓവറായിട്ട് തിക്കും അല്ല. ഞാൻ 6 ഇഞ്ചിൻ്റെ സ്ക്വയറിലുള്ള ടിന്നിലാണ് ഇത് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അത് ഓയിലും ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസൊക്കെ പോവാനായിട്ട് ടാപ്പ് ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഹോൾസ് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പാനിലാണ് ചെയ്യുന്നത്. അത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ. ഇതിൻ്റെ ഉള്ളിലൊരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 30-40 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. അപ്പോൾ ഇത് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ അത് റെഡിയായി എന്നാണ്. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഈ പാനിൽ നിന്ന് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല ഫ്ലോപ്പ് ആവാതെ നല്ല കറക്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാണ്. ഇനി ഇത് ഞാൻ 2 ലെയറാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീറ്ററിൻ്റെ ബ്ലേഡും ബൗളും നന്നായിട്ട് ഫ്രീസ് ചെയ്യണം. സ്റ്റീലിൻ്റെ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളോ എടുക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ ഓൾറെഡി മധുരം ഉണ്ടായതുകൊണ്ട് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങളത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ സ്പീഡ് കൂട്ടി നല്ല സ്റ്റിഫാക്കി ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ബീറ്റായി കിട്ടും. ഇതുപോലെ നമ്മൾ ബീറ്ററിൽ ഇങ്ങനെ എടുക്കുമ്പോൾ വീഴാത്ത രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്യണം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്യണം, എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് കനത്തിലെങ്കിലും ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ചെറിയുടെ ക്രഷ് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും, അതും യൂസ് ചെയ്യാം. അപ്പോൾ ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. എന്നിട്ട് നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് ക്രീം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ട് സൈഡിലും ടോപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ആ ക്രംസൊക്കെ ആ ക്രീമിൽ സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ നമ്മൾ പുറമേ ചെയ്യുന്ന കോട്ടിങ്ങിൽ മിക്സ് ആവില്ല. എന്നിട്ടിത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഞാൻ വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ ക്രീം ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ ആ ക്രംസ് ഒന്നും ഈ ക്രീമിൽ മിക്സ് ആവില്ല. എന്നിട്ട് ആ ക്രീമിൽ മാത്രം പാലൻ നൈഫ് വെച്ചിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. സൈഡിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഫിനിഷിങ് ആക്കി എടുക്കുക. അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളും ചെയ്യുക. അപ്പം നന്നായിട്ട് ഫിനിഷിങ് ആക്കി എടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഒരു കാർഡ് വെച്ചിട്ടാണ് ഞാൻ സൈഡിൽ ചോക്ലേറ്റ് വിതറി കൊടുക്കുന്നത്. കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിലൊന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം ഞാൻ സൈഡ് ഒന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്.
ഇനി ഇതുപോലെയുള്ള ഒരു പാത്രം മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിലുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം. ഇനി ഈ ടോപ്പ് മുഴുവനും ഈ ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പം ഞാൻ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ടോപ്പിലായിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്രീമിൽ റോസ് ജെൽ കളർ മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ്. ടോപ്പിലായിട്ട് 2 ഫ്ലവറാണ് കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഇതിൽ ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ തന്നെ വെക്കണം എന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡെക്കറേഷൻ കൊടുക്കുക. ഈ റൗണ്ടിന് ചുറ്റും ബോർഡറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ലീഫും വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഓവർനൈറ്റൊക്കെ വെച്ചാൽ കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടും. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണ അത് സെയിം ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.